പിറന്നടാ പണ്ട് മഹാധ്യായം തുടക്കമയന്ന് ഇത് കേട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് വീഞ്ഞായി പൂവും വന്ദിച്ചാറ് കോപം കൊണ്ടാകമേ നൊന്താൽ വേറാരും വേണ്ടിയില്ലെന്നാറ് ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. എടാ മോനെ സിയ 2K24 എല്ലാവരും വരട്ടോ. ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം.
ഇത്രയും തണുപ്പൊക്കെ ഉള്ളതായതുകൊണ്ട് ഒരു ചെറിയ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ചെറിയ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഈ അമ്മ ഓടിപ്പോയി അകത്തെ മുറിയിൽ അദ്ദേഹത്തിൻ്റെ ഈ അമ്മയുടെ കുഞ്ഞിനെ ഉറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം തിരിച്ചു വന്നപ്പം ഈ ഡോക്ടർ ചോദിച്ചു അകത്ത് കിടക്കുന്നത് ആരാന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പം എന്ത് പറ്റി കുഞ്ഞെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് ഒരു രോഗിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഞങ്ങൾ കുഞ്ഞിനെ ചികിത്സിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കി, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട്, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഡോക്ടർ ചോദിച്ചു ഇനി എന്തിനാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്ത് കിട്ടാനാണ്? കാരണം നിങ്ങളുടെ വീട് ഇത്രയും ഒരു കുഗ്രാമത്തിൽ 2.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് ഒരു രോഗബാധിതനായിട്ട് കിടപ്പാണ്. ഇത്രയും ഒരു പരിമിതികളുള്ള സാഹചര്യത്തിൽ ദൈവം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന്? അപ്പൊ ഈ അമ്മ പറഞ്ഞു സാറെ ഉറപ്പായിട്ടും എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടും, എനിക്ക് ഉറപ്പാണ്, ദൈവം രക്ഷിക്കും. എന്നിട്ട് അമ്മ പറഞ്ഞു ഞങ്ങൾ അവസാന ചികിത്സയ്ക്ക് കൊണ്ടുപോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഈ നാട്ടിൽ, ഈ ലോകത്തിൽ, ഈ അടുത്ത പ്രദേശത്ത് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ, കാരണം ഈ കുഞ്ഞിന് വളരെ അപൂർവങ്ങളായ ഒരു ക്യാൻസർ രോഗമാണ് പിടിപെട്ടിരിക്കുന്നത്. അവർ പറഞ്ഞു ഈ അമ്മ ഈ ഡോക്ടറോട് പറയാണ് ഞങ്ങൾ അന്വേഷിച്ച ഹോസ്പിറ്റലിലെല്ലാം പറഞ്ഞത് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ ആകെ ഒരു ഡോക്ടർക്കേ സാധിക്കൂ. ആ ഡോക്ടറിന്റെ പേര് ഡോക്ടർ മാർക്ക് എന്നാണ്. എന്തെങ്കിലും ഒരു കാലത്ത് ആ ഡോക്ടറിനെ കണ്ടുമുട്ടാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത് പറഞ്ഞത് ഡോക്ടർ മാർക്കിനോടാണ്. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഒന്ന് ആലോചിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് റിസർച്ച് പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ ഫ്ലൈറ്റ് എടുത്തത്, എന്തുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് കേടായത്, അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായിട്ടും ഫ്ലൈറ്റ് കേടായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ട്രക്കിംഗ് നടത്താൻ, ഒരു സവാരി നടത്താൻ വേണ്ടിയിട്ട് ഈ വഴിയെ വന്നത്. ഈ വഴിയെ വന്നിട്ടും യാത്ര തുടരാതെ എന്തിനാണ് ഞാൻ ഈ വീട്ടിൽ കയറിയത്? ഉറപ്പായിട്ടും അദ്ദേഹം വിചാരിച്ചു ഈ മകളുടെ, ഈ സ്ത്രീയുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. എന്നത് പറഞ്ഞത് ഇതൊരു വ്യക്തിയുടെ ദൈവാനുഭവമാണ്. എന്തിനു പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴികളിലൂടെ ആകണമെന്നില്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ വഴികളിലൂടെ ദൈവം ഇടപെടും. ഞാൻ ഇതുപോലെ ഒരു യൂത്ത് ക്യാമ്പിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ഞാൻ ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. ഒരിക്കലും ഷെയർ ചെയ്തു ഒരു ക്ലാസ് എടുത്തപ്പോൾ. ഞാൻ അവരോട് ചോദിച്ചപ്പം ഒരു പയ്യൻ അവനെ താടി മീശയ്ക്ക് ഉണ്ട്, അവനെ കണ്ട ഈശോയുടെ പോലെയുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിന്നെ കാണുമ്പം ഈശോ തോന്നുന്നുണ്ട്, നിനക്കെന്താ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു അച്ഛാ ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ യേശുവായിട്ട് അഭിനയിക്കുന്നത് ഞാനാണ്. ഞാൻ പറഞ്ഞു കറക്റ്റ്, നിനക്ക് നല്ല ലുക്ക് ഉണ്ട്. അവൻ പറഞ്ഞു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അച്ഛൻ വായിക്കട്ടെ ഞാൻ പറയാൻ തുടങ്ങി. അവൻ പറഞ്ഞു 3 വർഷം മുൻപ് ഞാൻ ഒരു ആക്സിഡന്റിനെ പറ്റി കിടപ്പുരോഗിയായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ വളരെ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇടവകയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ആക്റ്റീവാണ്, എനിക്ക് അപ്പുറത്തൊന്നും പറയാനില്ല, ദൈവം ഉണ്ടാച്ചാൽ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് എനിക്കും ഞങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനുള്ള ഒറ്റ കാര്യമാണ് ബി ഹാപ്പി ഓൾവേസ്, ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുക, എപ്പോഴും സന്തോഷിക്കുക. പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും അത് ദൈവം നിങ്ങളെ ശിക്ഷിക്കാനൊന്നുമല്ല. ഞാൻ ഉറപ്പായിട്ടും എവിടെയും പറയാറുണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നത് ദൈവമൊന്നുമല്ല, ദൈവം. എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരി അന്ന് ഞാൻ ഒരു ഇടവകയിൽ ക്ലാസ്സിലൊക്കെ പോയപ്പോൾ ചോദിച്ചു എന്തിനാ വെറുതെ ഞങ്ങളെങ്ങനെ പേടിപ്പിക്കണേ? ദൈവം ഒരാൾ മുകളിലുണ്ട്, ദൈവത്തെ ഭയക്കണം, പേടിപ്പിച്ചിട്ടാണ് ദൈവത്തെ വിശ്വസിപ്പിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ പറഞ്ഞ വ്യാഖ്യാനമാണ് തിരുത്തേണ്ടത്. ഞാൻ എൻ്റെ അമ്മയോട് ചിലപ്പം എന്തെങ്കിലും കുറുമ്പ് തെറ്റ് കാണിക്കുമ്പോൾ എൻ്റെ അമ്മ പറയാറുണ്ട് മോളിൽ ദൈവം ഉണ്ടറാ, ഓർക്കണം. ഈ അവള് പറഞ്ഞ അതേ നേച്ചറിൽ ദൈവമുണ്ട്, ദൈവത്തെ പേടിക്കണം എന്ന് പറയാറുണ്ട്. ഞാൻ എൻ്റെ പരീക്ഷയിൽ തോൽക്കുമെന്ന് പേടിക്കുമ്പം ഞാൻ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ പറയാറുണ്ട് നീ പേടിക്കില്ല, ദൈവം ഒരാൾ മുകളിലുണ്ട്, എല്ലാം ചെയ്യും. ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന് പറയുമ്പം നിന്നെ പേടിപ്പിക്കാനോ നിന്നെ ചൂരിലെ കൈ പിടിച്ച് നിന്നെ ശിക്ഷിക്കാനൊന്നുമല്ല. നീ എവിടെയായിരുന്നാലും നിന്നെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഓർക്കുന്നതാണ് ഏറ്റവും സമാധാനം.
നമ്മൾ അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് ഒരു ലക്കി ഡ്രോ ചെയ്യാനുണ്ട്. നമ്മുടെ ഇതിൽ വന്ന ഒരാൾക്ക് ഒരു കുഞ്ഞ് സമ്മാനം കൊടുക്കാനുണ്ട്. നമ്മൾ ആരാണ് ഇത് എടുക്കുക? വികാരിച്ച് തന്നെ എടുക്കാം ആയിട്ട് എന്തായാലും. ഓക്കെ, നമ്മളിപ്പോ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആരോ ഒരാൾ പുതിയതാണല്ലേ? ഓക്കെ, ആരോ ഒരാൾ സമ്മാനം ആരെടുക്കുന്നത്? ഓക്കെ, കൈക്കാരൻ ജോസേട്ടൻ വന്ന് എടുക്കാം. വികാരിച്ച സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ആരാണ് ആ ഭാഗ്യവതി ഭാഗ്യവാൻ? അങ്ങനെയല്ലേ പറയുന്നത്? ഓക്കെ, ജോസേട്ടൻ എടുത്ത് കണ്ണ് അടച്ചില്ലേ കുഴപ്പമില്ല. സ്വന്തം മകൻ ദൈവമേ, ഇത് എവിടെയാണ് ആള്? ബിജീഷ്. കണ്ണടച്ചിട്ട് തന്നെ എടുക്കും. ഓക്കെ, ക്ഷീണായ നിങ്ങൾക്ക്? ക്ഷീണായ ഇല്ല? നിങ്ങൾ തൊട്ടപ്പുറത്ത് പ്രതികരിക്കുന്ന ആൾക്കാരുടെ പേരൊക്കെ അറിയോ നിങ്ങൾക്ക്? അങ്ങനെയൊന്നല്ല, അറിയില്ല അച്ഛൻ. ഞങ്ങൾ കാട്ടുത്തറ ഇടവക്കാരാണ്, പക്ഷെ ഒരേ യൂണിറ്റിൽപ്പെട്ടവരാണ്. പക്ഷെ അപ്പുറത്ത് പ്രതികരിക്കുന്ന ആളുടെ പേരൊന്നും അറിയില്ല അച്ഛൻ. അത് അപ്പുറത്ത് പ്രതികരിക്കുന്ന ആൾക്ക് ഒരു ഷേക്കാൻ്റെ കൊടുത്തിട്ട് പേരൊക്കെ ചോദിച്ചേ, ചോദിക്കേ. അപ്പുറത്ത് പ്രതികരിക്കുന്ന ആളുടെ പേരൊക്കെ ഒരു ഷേക്കാൻ്റെ കൊടുത്തിട്ട് പേരൊക്കെ ചോദിച്ചിട്ട് ഒന്ന് ഷേക്കാൻ്റെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഷേക്കാൻ്റെ കൊടുത്തിട്ട് സുഖല്ലേ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയേ. ചോദിക്കേ ചോദിച്ചാ? എല്ലാവരും ചോദിച്ചു. ഞാൻ ഓരോരുത്തരുടെ അപ്പുറത്ത് പ്രതികരിക്കുന്ന ആളുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇരിക്കുന്ന എല്ലാവരുടെ പേര് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ഗ്രൂപ്പിൽ, ഞാൻ വേറെ ആദ്യത്തെ ഇടവകയിൽ എല്ലാവരുടെ പേരറിയണമെന്ന് അച്ഛൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആളുടെങ്കിലും പേര് നിങ്ങൾക്ക് അറിയാം. ചോദിക്കാം. ആ മോന്റെ പേര് പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന രണ്ടാമത്തെ അവൻ തന്നെ കൃത്യം ആദ്യം അത് തന്നെയാണോ അതിന്റെ പേര്? അതാണെങ്കിൽ അതെന്നാ, അല്ലെങ്കിൽ അല്ലാന്ന് തന്നെ പറഞ്ഞോളൂ, ടീമിനെ രക്ഷിക്കാൻ വേണ്ടി. വേഗത്തിലൊന്ന് എല്ലാവരുടെ പേര് പറയാൻ പറ്റുമോ? ഒന്ന് വേഗം നോക്കിക്കേ. ഇമ്മാനുവൽ കറക്റ്റ് ആണ്. എന്റെ പേരല്ലെങ്കിൽ ഗ്രൂപ്പിൽ രക്ഷിക്കാൻ വേണ്ടി ആ പേരിനെ സ്വീകരിക്കുന്നില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു കൈ. യെസ്. പേര് തെറ്റിപ്പോയാ? തെറ്റുള്ളവർ നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് അറിയാം അവരുടെ പേരുകൾ. ഓക്കെ, ആ ഗ്രൂപ്പ് ഗേറ്റിന്റെ അവിടെ ഇരിക്കുന്ന ഗ്രൂപ്പ്, അതില് ആ റോസ് ഷാളിട്ടാണ്. വേഗം അവരൊറ്റന്ന് പറഞ്ഞു തുടങ്ങിയോ? ആണോ? പേര് കറക്റ്റ് ആണോ? യെസ്, വെരി ഗുഡ്, നല്ലൊരു കൈയടി. ഇനി ഇവിടെ കളർ, നീ ചെക്ക് ഷർട്ട് ഇട്ടാളെ ബ്ലൂ. നീ തന്നെയാ ഭാഗ്യമാണ്. ഇന്ന് ലോട്ടറി ദൈവം ഉണ്ടടാ, ദൈവമുണ്ട്. യെസ്, ഒരറ്റന്ന് തുടങ്ങിയോ? പിന്നെ ആൽഫിൻ, ആത്മജി, ജിൻസി, അൽറോസ്, അവളും തല ചോദിച്ചു. റോസ്മി, എന്തോ റോസ്, സീന, അനഘ, അല്ല അഞ്ജലി, പിന്നെ ഇത് ജനില്, പിന്നെ ഇത് ജീവചേച്ചി, പിന്നെ ഇത് ആരാണെന്നോ സ്വന്തം ഗ്രൂപ്പിൽ ആരാണ്? സോന, പിന്നെ സിമി, പിന്നെ അലീന ചേച്ചി, പിന്നെ അറിയാം. പിന്നെ ജീന ചേട്ടൻ. അതാദ്യം ഇടയ്ക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി ഈ ഗ്രൂപ്പില് ഈ കാണുന്ന പയ്യൻ ആ താടിക്ക് കൈ കൊടുത്ത് ഇട്ട് കണ്ടപ്പോഴേ ഞാൻ നോക്കത്തതാ.
അനുഷ്, ആ മെൽവിൻ, ഇത്ര സീരിയസ് വേണ്ട. എബിൻ, മെൽവിൻ, എനിക്കറിയില്ല, അത് അങ്ങനെ ഒരു പേരുണ്ടാ. പേരറിയില്ല. അതാണ് എനിക്കറിയില്ല. ഓക്കെ. ജെന്നി, ആ ജെന്നി അതാണ്. പിന്നെ ആരോടാണ് സ്മൃതിയാ? ആരൊരാൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ശ്രുതി പത്രത്തിൽ പരത്തി കൊടുത്തു. ഓക്കെ. ആ അതാരാ? ഇത് കാണാപ്പടം പരീക്ഷ പഠിക്കുക. ഏത് ചോദ്യത്തിനുള്ള ഉത്തരം അറിയില്ല, പക്ഷെ ഇതൊരു ഉത്തരാണ്. ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. അത്രയും പേര് വന്നില്ലേ? ഇനി ആ ഗ്രൂപ്പ്, ആദ്യത്തെ ഗ്രൂപ്പ് തൊപ്പിക്കാരൻ തന്നെ പറഞ്ഞോട്ടെ. ഒരു വെറൈറ്റി ഉണ്ട്. അല്ലെങ്കിൽ തൊപ്പി വെച്ചിരിക്കണവരെ എനിക്ക് പണ്ട് അസൂയ. കിങ് എന്നല്ലേ പേര്? എന്നിട്ട് കിങ് അല്ല, ദി കിങ് അതിൽ എഴുതിയിരിക്കുന്നുണ്ട്. ഓക്കെ. അനീഷട്ടൻ, ജെനിഫർ, റിയ, അതെന്നാണ് പേര്? ചിരിക്കണ്ടവര്. ആൽബി, സാവൂസ്, മെൽബി, ഡിനോയി, റോഷൻ, ജിൻഡോ. എന്റെ പേര് ആൽബി. തൊട്ടപ്പുറത്തേക്ക് അവരുടെ പേര് വന്നാ. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു കയ്യടി. യെസ്. അടുത്ത ഗ്രൂപ്പില് അവന്റെ പേര് പറച്ചിലും കേട്ടിട്ടാ കൊച്ചു അറിഞ്ഞപ്പോ. യെസ്. അവിടെ 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 ആ തടിയുള്ളതല്ല, താടിയുള്ള ആ ചേട്ടൻ തന്നെ. ആ ദൈവമേ. ആൽവിൻ, നിക്സൺ, ജെറിൻ, അനൽ, ജിയ, അനു, പ്രീമ, വർഗീസ്, ലിൻസി, നിഷ, വന്ദന, മാരിത്ത്. എന്നിട്ടത് ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു കയ്യടി കൊടുക്കുക. എല്ലാവരും പഠിച്ചു പേര്. നമ്മുടെ ഇടവകത്തെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യൂത്തിലെ നമ്മുടെ ഗ്രൂപ്പിലെ കുട്ടികളെ പേര് വെക്കും. എല്ലാവരും നമ്മൾ ചെറിയൊരു ഗെയിമിലേക്ക് പോവാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളുടെ കസാലകൾ കൂട്ടിയിടണം. അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ ഗ്രൂപ്പുകളായിട്ട് ഇരിക്കും. മറ്റൊരു കാര്യം, ഇതിന് വേണ്ടത് 3 പേരാണ്. ഈ ഗെയിമിന് വേണ്ടത് 3 പേര്. ഓക്കെ, ഗ്രൂപ്പ് ആവാൻ അധികം സമയമില്ല. ഇതുവരെ 10 വരെ എണ്ണം, അതുവരെ നിങ്ങൾക്ക് സമയമുള്ളൂ. ഓക്കെ, ഗെറ്റ് റെഡി. അച്ഛൻ പറയും റൗണ്ട് എന്ന് പറഞ്ഞാൽ ആ റൗണ്ട് അടിക്കണം. റൗണ്ട് അടിച്ചോ, ആ കസര മാറ്റിട്ട് ആയില്ലേ? ഓക്കെ, അച്ഛൻ പറയും അപ്പ് എന്ന് പറഞ്ഞാൽ അതിന് മേലെ കൂടെ കിടക്കണം. സിമ്പിൾ. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ. അപ്പനെ നേരെ കിടന്നോ, 2 കാലം ചേർത്ത് വെച്ച് കിടന്നോ, അങ്ങോട്ട് നീട്ടി വെച്ച് കിടന്നോ. ഇവിടുന്ന് നീട്ടി വെച്ച് കിടന്നോ. അങ്ങനെ. ഓക്കെ, ഡൗൺ. അടിയിൽ കൂടെ അവിടെ കിടന്നോ. ഈ ആഴ്ച പറയും ത്രൂ പറയുമ്പോ അതിന്റെ ഉള്ളിൽ കൂടെ പോണം. ഒരു ബുദ്ധിയുണ്ട്. ആരും പറഞ്ഞു മാറ്റത്രക്കാർ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വെരി സിമ്പിൾ. അപ്പ് മോളിൽ കൂടെ പോന്ന ഓക്കെ. ഡൗൺ റൗണ്ട് റൗണ്ട് അപ്പ് ഡൗൺ അപ്പ് 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 ഡൗൺ ഡൗൺ ത്രൂ round up 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 മോൾ കൂടെ പോരാ. up through up down down round round up down down up. Okay. Okay. ഈ ഒരു ഗെയിം കളിച്ചപ്പോ ക്ഷീണമുണ്ട്, കിതപ്പുണ്ട്. ആ കിതപ്പൊക്കെ പോയിക്കോട്ടെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?
നല്ല രസം എന്ന് തോന്നി എന്നതിനേക്കാൾ ഉപരി ചില കാര്യങ്ങള് നിങ്ങൾ ഇതിലൂടെ ചിലപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ 3 പേരടങ്ങുന്ന ഒരു ടീം, ഇതിപ്പോ ആരും ഫിക്സ് ചെയ്തെടുത്തൊരു ടീമൊന്നുമില്ല, അന്നേരം കണ്ട ഒരു ടീം. ആ ടീമിൽ നിങ്ങൾ നിന്നു, അച്ഛനൊരു ഗെയിം പറഞ്ഞു, നിങ്ങൾ ആ ഗെയിമിൽ പരസ്പരം കളിച്ചു. ഇത് കളിച്ചപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, അല്ലെങ്കിൽ എന്ത് അനുഭവമാണ് തോന്നിയത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോട് ഷെയർ ചെയ്ത് ഇതിൽ നിന്ന് അച്ഛൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായി എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ, ആറ്റുത്തറയിലെ കൂട്ടുകാരായ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് എന്തായാലും. എന്റെ പേര് സിനിറ്റ. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായെങ്കിലും ഇതുപോലെ ഈ ഇടവകയിലുള്ളവരുടെ ശരിക്കും എനിക്ക് ആരും അറിയില്ല. ഇപ്പോഴാണ് 1-2 ആൾക്കാരെ എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഒരു പരിപാടി വെച്ചപ്പോ ഒന്നല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ പേരെങ്കിലും അറിഞ്ഞു. അതുപോലെ ഇങ്ങനെ ഇപ്പൊ ഈ 3 ഗ്രൂപ്പായിട്ട് കളിച്ച കളിയിലൂടെ നമുക്കെന്താ അവരോടൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇതും വളരെ സന്തോഷം തോന്നി ഈ ഗെയിമിനോട്. പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയപ്പോൾ ചെറിയ ചുമയും എനിക്കൊരു റിലാക്സ് ആ സമയത്ത് ഞാൻ അത് തന്നെ മറന്നു. അതെനിക്ക് വളരെ ഞങ്ങൾ ഒരുമയുണ്ടെങ്കിൽ ഒരിക്കലും നിൽക്കാന്ന് മനസ്സിലായി. ഒരുമയുണ്ടെങ്കിൽ ഒലക്കയില് നിൽക്കാന്ന് മനസ്സിലായി. സജിനി എന്നാണ് പേര്. എനിക്ക് തോന്നിയത് നമ്മുടെ ഈ അപ്പ് ഡൗൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ഉയർച്ചയും താഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഓവർകം ചെയ്യാം എന്നൊരു. വെരി ഗുഡ്, നല്ലൊരു കാര്യം. സജിനയിൽ പറഞ്ഞത് നല്ലൊരു കാര്യം കൊടുത്തേ. എന്റെ പേര് വർഗീസ്. ഞാൻ ഏകദേശം ഈ ഒരു സംഭവം ഞാൻ എനിക്ക് ഇത് വന്നത് നമ്മുടെ ഒരാളുടെ ഉയർച്ചയിലും താഴ്ചയിലും സ്വയം മനസ്സിലാക്കി ഉയർന്നു താഴ്ന്നു കൊടുക്കുക നമ്മളുണ്ടാകും. അതിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സംഭവത്തിനോട് എനിക്ക് അത്ര വലിയ ഒരു ഇത് തോന്നുന്നില്ല. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ലൈഫായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോ എത്ര കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ സ്വയം മനസ്സിലാക്കി ആ വേണ്ട രീതിയിൽ നമ്മൾ ഉയർന്ന സമയത്ത് നമ്മൾ താഴ്ന്നു കൊടുക്കുക, താവേണ്ട സമയത്ത് നമ്മൾ ഉയർന്നു കൊടുക്കുക. ആ ഒരു രീതിയിൽ സ്വയം മനസ്സിലാക്കി പോകണ്ടെന്ന് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു അതായിട്ടൊരു ബന്ധം തോന്നുന്നില്ല. നല്ല കയ്യടി കൊടുത്തേ. ആൺകുട്ടികളുടെ ഒരു ചുണക്കുട്ടി വന്ന നേരത്തെ ഒരു കുടുംബത്തിൽ നിന്ന് 2 ഭാഗ്യമാരുണ്ടായി. വർഗീസാണ് എന്റെ ചേട്ടനാണ് സംസാരിച്ചത്. ഇതാണ് പറഞ്ഞ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെ ഇത് പറ്റണാവും? എളുപ്പമല്ല. എന്റെ പേര് അനീഷ്. ഞാനൊരു 10 വർഷം മുന്നേ നമ്മുടെ ഇടവകയിലെ എല്ലാ സംഘടനകളും ഓൾമോസ്റ്റ് നമ്മുടെ ആ പ്രായത്തിലായിരുന്ന സംഘടനകളിലെല്ലാം ആക്റ്റീവ് ആയിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരും കുറെ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ പേര് കല്യാണം കഴിഞ്ഞ് വന്നവരൊന്നും പരിചയമില്ല. ഒരു 10 വർഷമായിട്ട് നമ്മൾ വേറെ സ്ഥലത്താണ് വർക്കിനൊക്കെ വരുന്നത്. ഇപ്പൊ അങ്ങനെ കുറച്ച് പേരെ പരിചയപ്പെടാൻ പറ്റി. അതിൽ അവസരമായിട്ട് കരുതുന്നു. ഇതിന്ന് എന്താ മനസ്സിലായി? ഗെയിമിൽ നിന്ന് എന്താ തോന്നിയത്, അല്ലെങ്കിൽ എന്താ ഒരു പാഠം പഠിച്ച അല്ലെങ്കിൽ മനസ്സിലായത്? ഇപ്പൊ നമ്മള് ഫസ്റ്റ് റൗണ്ടില് നമ്മള് ഒരാള് റൗണ്ട് ചെയ്യുമ്പോൾ 2 പേര് പഠിക്കുന്നു. അപ്പൊ നമ്മള് എല്ലാവർക്കും ബുദ്ധിമുട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു 3 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പക്ഷെ ആ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എല്ലാവരും എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ റൗണ്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആൾക്ക് സിമ്പിളും, പിന്നെ ഓരോ സ്റ്റേജിലും എല്ലാവരും എഫേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റേജിൽ തന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഗെയിം കംപ്ലീറ്റ് ആയത്. നെക്സ്റ്റ് ഒരു റൗണ്ട് കളിക്കുമ്പോൾ പിന്നീട് ബുദ്ധിമുട്ട് ആ കേസല്ല, എല്ലാവർക്കും ആ ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇരിക്കും. ചേട്ടന്മാര് പറയില്ലേ അവൾക്ക് എന്തോടെ പണി? ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ട് വന്നതാണ്. അവൾ ഇത്ര നേരം TV കണ്ടോണ്ടിരിക്കല്ലേ? നമ്മൾ എപ്പോഴും നമ്മുടെ അധ്വാനത്തെ അല്ലെങ്കിൽ കഷ്ടപ്പാടിനെ ഉയർത്തി കാണിക്കുള്ളൂ. ഒരിക്കലും തൊട്ടപ്പുറത്തുള്ള നമ്മുടെ അനിയത്തിയുടെ ആവട്ടെ, കൂട്ടുകാരന്റെ ആവട്ടെ, അല്ലെങ്കിൽ വീട്ടുകാരുടെ ആവട്ടെ, അല്ലെങ്കിൽ അപ്പച്ചന്റെ ആവട്ടെ, അമ്മയുടെ ആവട്ടെ, അവരുടെ വിഷമങ്ങളെയോ കഷ്ടപ്പാടുകളോ നമ്മൾ കാണും. നമ്മുടെ കഷ്ടപ്പാട്, നമ്മുടെ വേദന, നമ്മുടെ കാര്യം, ഇത് മാത്രമേ നമ്മൾ ഉയർത്തി കാണുള്ളൂ. ഒരിക്കലും പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ആംഗിളിൽ നിന്നും കൂടെ അവരുടെ വിഷമം കൂടെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കാനായിട്ട് കാണാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഓക്കെ, അപ്പൊ അതും കൂടെ പറഞ്ഞുകൊണ്ട് ചെന്നെത്തുന്നു. അപ്പൊ അത് കലക്സിലേക്ക് കൈമാറും. താങ്ക് യു. നിങ്ങളോട് മനഃപൂർവ്വം പറഞ്ഞൊരു കാര്യം, മിക്സ്ഡ് ഗ്രൂപ്പ് ആകുമെന്ന് പറഞ്ഞു. ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ചെയ്തിരിക്കുന്നു പറഞ്ഞു.
ഇപ്പോഴത്തെ കാലത്ത് അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. പണ്ട് ഇങ്ങനെയൊന്നല്ലായിരുന്നു അല്ലെ. ഒരു ആൺകുട്ടി പെൺകുട്ടി കൈ കൊടുത്ത് പിടിക്കുക, ഒന്നിച്ച് കളിക്കുക, അത് നമ്മുടെ വീട്ടുകാരല്ലാത്ത ഒരാളുടെ കൂടെ നിൽക്കുക എന്നൊന്നും പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് അത് ചെയ്തു, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായി. കാരണം ഞങ്ങളാണ് ഉത്തരവാദികൾ അല്ലെ. ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല, പക്ഷെ അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ട് കൈ കൊടുത്ത് പിടിക്കേണ്ടി വന്നു അല്ലെ. ചിലപ്പോൾ ഗതികേട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിടിച്ചത്. എന്നാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്താ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അറിയും. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റി ചെയ്ത് വന്നപ്പോൾ ഈ ട്രസ്റ്റ് ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങൾ അതിന് കടന്നു പോകില്ല എന്നൊരു വിശ്വാസം. നമ്മുടെ ചില സ്വാതന്ത്ര്യത്തിന്റെയും വിശ്വസ്തതയുടെയും ബൗണ്ടറി നിങ്ങൾ കളയില്ല എന്നൊരു പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നു അത്രയും അധികം ആർക്കും അങ്ങനെ ബുദ്ധിമുട്ട് കണ്ടതുപോലെ ഞങ്ങൾ ബൗദ്ധം നോക്കുന്നുണ്ടായിരുന്നു അത്ര ഫീൽ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ആ സ്വാതന്ത്ര്യക്കുറവ് നിങ്ങൾ അത്ര അനുഭവിച്ചിട്ടില്ല. എന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ചിലപ്പോൾ ഒരു ആൺകുട്ടിയുടെ കൈ കൊടുത്ത് പിടിച്ച് ചിലപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നത്, നമുക്ക് പരിചയമില്ലാത്ത ഒരാളെടുത്ത്. എന്നാലും നിങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. നിങ്ങൾ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിച്ചു. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ചിലപ്പം അത്ര പരിചയമില്ലെങ്കിൽ പോലും എന്നാലും സാരമില്ല, കളിയുടെ ഭാഗമല്ലേ എന്ന് കരുതിയിട്ടൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. വാസ്തവത്തില് ഈ ഒരു ട്രസ്റ്റ് നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഇപ്പൊ പേടിയുണ്ടല്ലോ മാതാപിതാക്കൾക്കാണെങ്കിലും. എൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് പോണേന്നുള്ളത്. ഇന്ന് എനിക്ക് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നേക്കാൾ മുമ്പ് ഒരു മെസ്സേജ് ഇങ്ങനെ വന്നു. അത് ചെറുപ്രായത്തിൽ തന്നെ അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചിട്ടില്ല, സ്നേഹിച്ച് പോയതിന്റെ പേരിൽ അവർ ഒരുമിച്ച് ജീവിച്ചതിന്റെ പേരിൽ പ്രഗ്നൻസി ആയി അബോർഷൻ ചെയ്യുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുവെന്ന് കൊച്ചിയിലെ ഒരു പഠനം പറഞ്ഞേക്കുന്നതാണ്. ഒരു വീഡിയോ മെസ്സേജ് വന്നേക്കുന്നതാണ്. ഞാൻ പഠിച്ചത് ഫിലിപ്പീൻസിലാണ്. അവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത് 27% പ്രീ മാരിറ്റൽ സെക്ഷൽ റിലേഷൻഷിപ്പും പ്രഗ്നൻസിയും സംഭവിക്കുന്നുണ്ടെന്ന് പഠനങ്ങളാണ് പറയുന്നത്. പക്ഷെ അവർക്കറിയാം പഠനങ്ങൾ അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്ന ഒരു സംഭവമാണ്. പയ്യൻ +2, അവളും +2 ആണ്. രണ്ടുപേരും മാരേജ് കഴിക്കാനുള്ള പ്രായം ആയിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് അറിയാലോ, ആൺകുട്ടിക്ക് 21 വയസ്സും പെൺകുട്ടിക്ക് 18 വയസ്സ് പ്രായമാണ്. ഇവന് 19.5 വയസ്സ് പ്രായം. ഈ പെൺകുട്ടി പ്രഗ്നന്റാണ്. അപ്പൻ ചോദിക്കുന്നത്, അച്ഛാ അബോർഷൻ നടത്താൻ പറ്റില്ല. ഞങ്ങളത് അറിയാനാണ് വന്നത്. ഞാനെന്തായാലും ഞങ്ങളുടെ ഈ യുവജനധ്യാനൊക്കെ കഴിഞ്ഞിങ്ങനെ അതിൻ്റെ ഓട്ടത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ അല്പം ക്ഷീണമായിട്ട് പനിയായിട്ട് ഇങ്ങനെ കിടക്കാൻ വെച്ച സമയത്ത് ഇയാൾ വന്ന് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, ഇന്നെനിക്ക് ഞാൻ ആരെയും കാണാന്ന് വിചാരിക്കുകയായിരുന്നു. നമ്മുടെ ക്ഷീണം കൊണ്ട് ഞാൻ ശാരീരികമായ ക്ഷീണം കൊണ്ട് അതുകൊണ്ട് മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കാനൊന്നുമില്ല. പക്ഷെ ആൾ പറഞ്ഞു ഒരു ആത്മഹത്യയുടെ വക്കീൽ നിൽക്കുന്ന വെച്ചാൽ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. നല്ല ശരി നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇതായിരുന്നു വിഷയം. അത് പറഞ്ഞാൽ ഞങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ബന്ധുക്കളോട് പറയാൻ. ഞാൻ പറഞ്ഞു അബോർഷൻ നടത്തരുത്. അബോർഷൻ നടത്തുന്നത് ഒരു പരിഹാരമല്ല. നമുക്ക് അല്ലാതെ എന്ത് പറ്റും എന്ന് നമുക്ക് ആലോചിക്കാം. അത് ആലോചിച്ചു എന്ത് പരിഹാരം വെച്ചാൽ ഞാൻ പറഞ്ഞു അവൾക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ അത് പറഞ്ഞു അത് കുഴപ്പമില്ല. പക്ഷെ അവിടെ ബന്ധുക്കാരോട് ഞങ്ങൾ എന്ത് പറഞ്ഞു. ഞാൻ അതിനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അല്പ സമാധാനത്തോടെ അദ്ദേഹം പോയി അവൾക്ക് നിൽക്കാനുള്ള സ്ഥലത്തൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ എന്തായാലും അവസാനിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് നമ്മുടെ റിലേഷൻഷിപ്പുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഒരു വിശ്വസ്തത നമുക്ക് പരസ്പരം ഉണ്ടാകാനുള്ള ഒരു പക്വത നമുക്കായിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അതാണ് ആവശ്യം. നമുക്കിത് എവിടുന്ന് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ പരിചയപ്പെടുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോഴേക്കും അതിലെല്ലാം
ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നു? ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്നാൽ നമുക്ക് നമ്മുടെ വീട്ടുകാരോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. എനിക്കിങ്ങനെ ആളെ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? ആർക്കത്രയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ നല്ല അടുത്തടുത്ത വീട്ടുകാരേക്കുള്ള സ്ഥലങ്ങളാണ്, വലിയ അകൽച്ചയിലുള്ള വീടുകളൊന്നും, തൊട്ടടുത്ത വീടുകൾ തന്നെയാണ്. നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും കല്യാണമോ എന്തെങ്കിലും ആഘോഷങ്ങൾ നടന്നാൽ നമ്മൾ പരസ്പരം എല്ലാവരും അറിയും, ഉറപ്പായിട്ടും അറിയും. എത്ര പേർക്ക് നമ്മുടെ വീട്ടുകാരുടെ അപ്പനമ്മോടും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്? എൻ്റെ ഒരു ഇഷ്ടത്തെക്കുറിച്ച് പറയാൻ എത്ര പേർക്ക് സ്വാതന്ത്ര്യമുണ്ട്? ഒരാൾ കൈവെത്തിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ആളാണോ? ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് ഓക്കെ, ഇങ്ങനെ വെറുതെ അങ്ങനെ തമാശക്ക് പറഞ്ഞത്. ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. 96 കഴിഞ്ഞ് ബാക്കി 4 പേര് ബാക്കിയുണ്ടാവും. ആ 4 പേര് കിട്ടിയാല് വേഗം വേഗം. ഞാൻ 10 പേരുണ്ട്. 1 2 3 4 5 കൂടുതലായാലും പ്രശ്നമില്ല. 6 7. ഓക്കെ, അപ്പൊ 2 പേര് വന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ 2 പേരാണ് ഓടണവര്. എഴുന്നേറ്റ് പോ. അപ്പൊ നീ കുറുക്കൻ. അല്ല, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് നീ കുറുക്കുന്നത്. നേരെ അപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പേരോ ഞാൻ നേരെ വിചാരിച്ചിട്ട് അത് കോഴിയാണ്. എല്ലാം അപ്പൊ നിങ്ങളാണ് ഓടുന്നത്. നിങ്ങള് കോഴി, നീ കുറുക്കൻ, നീ പോ. അങ്ങനെയല്ല, നീ ഇവിടെ നിൽക്കും, നീ പോവല്ലേ? നീയാണ് ഇവരുടെ കൈ പിടിക്കേണ്ടത്. നീ കൈ പിടിക്കുമ്പോ എങ്ങനെ പിടിക്കുമെന്നാണ്. അടുത്താണ് ഓടണം. നീ വന്ന് പിടിക്കുമ്പോ അടുത്താണ് ഓടേണ്ടത്. അപ്പൊ കൈ എങ്ങനെ പിടിക്കുക? അങ്ങനെ ഒരു കൈമ പിടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. നീ പോയിട്ട് ആ 2 കൈയായിട്ട് പിടിക്കുമ്പോ ഇവള് ഓടണം. മനസ്സിലായോ? ഇവളെ ഓടാവും, ഇപ്പുറത്തെ ആൾ ഓടാൻ പാടില്ല. പിടിക്കുന്ന ആള് ഇപ്പുറത്ത് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നീ ഓടണം. പിന്നെ നീ ഇവിടെയാണ് പിടിക്കേണ്ടത്, അവളെയാണ് പിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. ഇറങ്ങുന്ന നീ അവിടെ പോയിരുന്നല്ലോ. നീ ഓടിയിട്ട് നീ ഓടിച്ചോ, അവൾ ഓടിച്ചോ, അവളീ ഓടിക്കോട്ടെ. അതാണ് നല്ലത്. ഓടിയിട്ട് ഇവരെയാണ് പിടിക്കണ്ടേ കേട്ടാ. തൊട്ട് കഴിഞ്ഞാ കഴിഞ്ഞു. അവളെ അപ്പത്തോളം ഓടി അവളെ പിടിച്ചോ. നീ വേറെ ഇവിടെ വന്നിട്ട് നിൽക്കണം. അല്ല, ഇപ്പോഴല്ലേ ട്രയലാണ്. അപ്പൊ പിടിക്കുമ്പോ അവള് ഇവിടെ വന്ന് നിൽക്കും, ഇവിടെ പോവില്ലോ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നീ ഓടിക്കും. ഒരു മിനിറ്റ് ഒന്ന് ഓടിക്കോട്ടെ. ഇനി നീ ഓടിക്കും. ശരി, ഇനി പ്രതിരോധം വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ. കയ്യൊക്കെ വെച്ചെങ്കിൽ സമ്മതിച്ച് ചോറിന്റെ കൂടെ കഴിക്കേണ്ടി വരും. എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഇവരെ തൊട്ടോ കേട്ടോ. വേഗം വെക്കോ. എവിടെയെങ്കിലും ഇരുന്നോ. ഓക്കെ ഓക്കെ.
ഓക്കെ 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 മതി 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 നന്നായി നന്നായി ശരി. രണ്ടാളും ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരിക്കും ആ രണ്ടാളുണ്ടോ ഓക്കെ. ഈ കുറച്ചൊക്കെ ഓടി അത്യാവശ്യം എല്ലാവർക്കും ഓടാൻ പറ്റിയിട്ടുണ്ടാവില്ല സാരില്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓടാം. ഈ ഓഡിയോയോട് ചോദിക്കാനുള്ള ഒരു കാര്യം ഓഡിയോരോടും തൊട്ടവരോടൊക്കെ ചോദിക്കാനുള്ളത് ഈ ഓടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ ആളെ തന്നെ ഓടിപ്പിക്കണം എന്ന് ഇത്ര നിർബന്ധം ഉണ്ടായിരുന്നു? ഒരേ ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ. ആ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് അല്ലെങ്കിൽ നമ്മൾ ചെന്നു അടുത്ത ആള് പോകണം എന്ന് നിങ്ങൾക്ക് എന്ത് തോന്നി? എന്ത് തോന്നി? എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ ഒരു മനുഷ്യനാണ്. അതെ അതെ എനിക്ക് എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല. ഒന്നും തോന്നിയില്ല. നിങ്ങൾ നല്ല ഭാവിയുടെ എനിക്ക് തോന്നി. നമുക്കൊരു സമാധാനം, നമുക്ക് എപ്പോഴും ഒരു നമ്മുടേതായ കുറച്ച് പോക്കറ്റുകളുണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ട് നിൽക്കുള്ളൂ. നമ്മൾ ശരിക്കുള്ള പോക്കറ്റുകൾ നേരത്തെ നമ്മൾ കുറെ സൂചിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, കുടുംബത്തെക്കാട്ട് ഉപരി നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെയാണ് നമ്മൾ കുറച്ചും കൂടി ഈ ഒരു പ്രായത്തിൽ നമ്മൾ ചെയ്യുക അല്ലെ. ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ അതിൽ ഉത്തരവാദിത്തങ്ങൾ വരും. പക്ഷെ ഒരു യൂത്ത് എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്കാണ് നമ്മൾ ഏറ്റവും ആദ്യം ഓടിച്ചത്. നമ്മുടെ സേഫ് സോൺ അവിടെയാണ്. അങ്ങനൊരു നല്ലൊരു സർക്കിൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഏത് ഗ്രൂപ്പിലാണോ നമ്മൾ തുടങ്ങിയത് ആ ഗ്രൂപ്പിലേക്ക് തിരിച്ചു പോകും. അജമാനെ സഹായിക്കും. ഗ്രൂപ്പിൽ ഇല്ലാത്തവർ നമ്മൾ തുടങ്ങിയപ്പോൾ കുറെ പേരുണ്ടായിരുന്നില്ല, പുതിയത് വന്നവരാണ്, അവർക്ക് നമ്മൾ വീണ്ടും ഗ്രൂപ്പ് കൊടുക്കും. ഗ്രൂപ്പ് ഇല്ലാത്തവരൊന്ന് സ്റ്റേജിലേക്ക് വരും. ഗ്രൂപ്പ് ഇല്ലാത്തവർ, ഗ്രൂപ്പ് കിട്ടാത്തവരൊന്ന് സ്റ്റേജിലേക്ക് വരും. ഈ ചൂണ്ടുവിരലിന്റെ മുകളിൽ നിങ്ങൾ വെക്കണം. ചൂണ്ടുവിരലിന്റെ മുകളിൽ ചൂണ്ടുവിരൽ കമിഴ്ത്തി പിടിക്കുക. അതിന് ഇങ്ങനെയല്ല, 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 വെറുതെ പിടിച്ചാൽ മതി. വെറുതെ വെച്ചവനാരും കൈ മുട്ടിയിട്ടല്ല വെച്ചെന്ന് ഞാൻ കണ്ടു. നിങ്ങൾ വെച്ചോ? ഓക്കെ ഓക്കെ, വൺ മോർ ചാൻസ്, ലാസ്റ്റ് ചാൻസ്. ഓക്കെ, റെഡി? റെഡിയാണോ? ഹോൾഡ് ദ റിംഗ്, ഹോൾഡ് ദ റിംഗ്, ഹോൾഡ് ദ റിംഗ്. അച്ഛന്മാരെ നോക്കണേ, ഹോൾഡ് ദ റിംഗ്. എല്ലാവരുടെയും കൈ ടച്ച് ചെയ്യുന്നു നോക്കണം. ഹോൾഡ് ദ റിംഗ്. ഓക്കെ, റെഡി? 1 2. വെക്കാൻ പറ്റാത്തവർ വീണ്ടും നോക്കിക്കോ, വെക്കാൻ പറ്റുന്നവരെ. വാശിയാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുമ്പോഴൊന്നും ഒരു കാര്യം ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. എന്റെ ഉയരത്തിന് മാത്രം പിടിക്കണം എന്ന് പറഞ്ഞപ്പോ വാശി പിടിക്കുമ്പോഴാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാണ്ട് പൊന്തി പോണത്. നമുക്ക് ദേഷ്യം താഴ്ത്താനെല്ലാം പറഞ്ഞു എന്റെ അടുത്ത് പറയുമ്പോ അവൻ അവന്റെ ഉയരത്തിൽ പിടിക്കുക, താഴെ വേറൊരിടത്ത് നിൽക്കണ്ട. അവൻ തൊടാൻ പറ്റാത്തതിന്റെ പേരിൽ അവൻ പറയുന്നത് താഴ്ത്താൻ നീ, എനിക്ക് തൊടാൻ പറ്റുന്നില്ല. യെസ് പ്ലീസ്. ഞാൻ പറഞ്ഞത് നമ്മളൊരു ഇടവകയാകുമ്പോ
നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നടക്കണമെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും ശരിയായ നിലപാട്. നമ്മൾ ആരും വിചാരിക്കരുത്. പൊതു നന്മയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ താഴ്ന്നു കൊടുക്കേണ്ടി വരും. ഉറപ്പായിട്ടും ആരെങ്കിലും ഒരാൾ നേതൃത്വം കൊടുക്കേണ്ടി വരും. അതിന്റെ പേരിൽ അവന്റെയാണ് പള്ളി, അവൻ കൊണ്ടു നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. അവസാനം എന്താണെന്നറിയോ, ചിലപ്പോഴൊക്കെ നമ്മൾ ചില ചിട്ടകൾ വേണ്ടി വരും. ചിലപ്പോൾ ഒരുമിച്ച് താഴ്ത്തി അങ്ങനെ നമ്മൾ ഒരേ താളത്തിൽ ചിലപ്പോൾ നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തോന്നിയ പോലെ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കുന്നില്ലേ. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ പള്ളിയോട് ചേർന്ന് നമ്മുടെ സംഘടനകളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടം മാത്രം നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളിൽ ഈ ഗ്രൂപ്പുകളല്ല, ഉറപ്പായിട്ടും ഇതിനേക്കാൾ ശക്തമായ ഗ്രൂപ്പുകൾ ഇനിയും ഉണ്ടാകണം. നമ്മൾ ഒരുമിച്ച് വിചാരിച്ചാൽ, നമ്മൾ കുറെ അഡ്ജസ്റ്റ് ചെയ്താൽ കുറെ കാര്യങ്ങൾ നമ്മുടെ ഇടവകയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആരും വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കരുത്, വരണം, എന്തെങ്കിലുമൊക്കെ നടക്കണം. നമുക്ക് നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയി എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. സോ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഈ റിംഗ് എല്ലാം ഇവിടെ വെച്ചിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോകാം. ജീവനുള്ള ദൈവമാണെന്ന് വിശ്വസിക്കും. ഇത് വലിയ വിശ്വാസ പ്രഘോഷണത്തിന്റെ ഒരു സമയമാണ്. ഏറ്റവും ആത്മാർത്ഥമായിട്ട് പറഞ്ഞതിന് എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണെന്ന് തോന്നുന്നു. ഞാനും ഭയങ്കര അത്ഭുതത്തിൽ തന്നെ ഞാൻ നിൽക്കണേ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ അതിന് മുന്നുള്ള ദിവസങ്ങളിലും ഇന്ന് 2:30 വരെയും നമുക്കറിയായിരുന്നു നല്ല മഴയായിരുന്നു. 3:30 വരെ അത്രയും സമയം മഴ തോരാതെ നിൽക്കായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഫ്രണ്ടിൽ നടത്താൻ പറ്റുമോ, പള്ളിയെ ചെയ്യേണ്ടി വരും, എന്താവും, ആ ഒരു വേവലാതിയൊക്കെ ആയിരുന്നു എല്ലാവർക്കും. പക്ഷെ ഇത്രയും സമയം നമ്മൾ പരിപാടി തുടങ്ങി, ചെറുതായി ഒന്ന് തൂളിയെങ്കിൽ അത് ആർക്കും അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി നടത്താൻ സാധിച്ചതിനെ ആദ്യം തന്നെ നല്ല തമ്പുരാന് നന്ദി പറയുന്നു. കൂടാതെ ഇന്നത്തെ ദിവസം നമുക്കറിയാം, ഒരു 5 മണി മുതൽ 9:30 വരെ നമ്മൾ ആരും തന്നെ സമയം പോയതൊന്നും അറിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ചെറിയ കുട്ടിക്കാലത്തിലേക്ക് പോയി ഓടിച്ചാടി നടന്ന് ഭയങ്കര ഹാപ്പിയിലായിരുന്നു. ഇങ്ങനെ ഒരു നിമിഷം തന്നെ നമ്മളെ ചെറിയ കളികളിലൂടെ വലിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആരാധനയിലൂടെ നല്ല ദൈവിക അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്ത നമ്മുടെ അലക്സ് അച്ഛനും, പോൾ അച്ഛനും, ജസ്റ്റിൻ അച്ഛനും, ജാക്സൺ അച്ഛനും നന്ദിയുടെ വാടാമലരിൽ അർപ്പിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് ആദ്യത്തെ മീറ്റിംഗ് മുതലേ ഈ നിമിഷം വരെ നമ്മോടൊപ്പം ഓരോ കാര്യത്തിനും കൂടെ നിന്ന് നിർദ്ദേശങ്ങൾ തന്ന് നമ്മുടെ ജേഴ്സിയും കാര്യങ്ങളും എല്ലാവരും നല്ല കളറായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു അവസരമൊക്കെ തന്ന് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരാൻ നയിച്ച നമ്മുടെ ജോമോനച്ചനെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അതിനെല്ലാം അപ്പുറം എനിക്ക് തോന്നുന്നു ആറ്റത്ര ദേശത്തിന്റെ ഒരു ചരിത്രം തന്നെയാണ് ഇന്നത്തെ യുവജന സംഗമം എന്ന് തോന്നുന്നു. അതിനുവേണ്ടി നമുക്ക് വേണ്ടി ഇപ്പോഴത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തിന് വരെ നമ്മോടൊപ്പം സഹകരിച്ച് നിൽക്കുന്ന നമ്മുടെ കളിക്കാരന്മാർക്ക് ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനെല്ലാം പുറമെ നമ്മുടെ യുവജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല എന്നത് ഞാനും ഈ കമ്മിറ്റി ചേർന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ അതിനുവേണ്ടി ആദ്യ മീറ്റിംഗ് മുതലേ ഇന്നതാ ഈ 3:30 എന്ന പറയുന്ന നിമിഷം വരെ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ക്രമീകരണങ്ങൾക്കും കൂടെ നിന്ന നമ്മുടെ കൺവീനർ ഷൈജേട്ടനെ എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്ന മറ്റംഗങ്ങള്, നമ്മുടെ ജോയിയേട്ടൻ, എല്ലാവർക്കും, സിതോ ചേട്ടൻ, സലീം, അങ്ങനെ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇതിലെല്ലാം ഉപരി എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. കാരണം നമുക്കറിയാം, ഒരു 4:30 മുതലേ അല്ലെങ്കിൽ 5 മണി മുതൽ ഈ സമയം വരെ കുറെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. കുഞ്ഞു കുട്ടികളുള്ളവരുണ്ട്, പലതരം തിരക്കുകളുണ്ട്, വിശേഷങ്ങളുണ്ട്, എല്ലാം മാറ്റിവെച്ച് ഇതൊരു വൻ വിജയമാക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു ലക്കി ഡ്രോ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 3ാമത്തെ ലക്കി സ്റ്റാറിനെ തിരഞ്ഞെടുക്കാൻ യൂത്ത് മിനിസ്ട്രിയുടെ കൺവീനർ കൂടിയായ ഡയറക്ടർ കൂടിയായ അലക്സ് തന്നെ ക്ഷണിക്കുന്നു. സജിനി ജോയ്സ്.
ഇപ്പോൾ സജിനേച്ചി ഉൾപ്പെടെയുള്ള 3 ലക്കി സ്റ്റാറുകൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇപ്പോൾ തന്നെ നമ്മുടെ പരിപാടി ഒരു അവസാനമായ ക്യാമ്പ് ഫയർ, ഡാൻസ്, DJ, മ്യൂസിക് നൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ്.